السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد فإني أوصيكم وإياي بتقوى الله. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. الصادقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه. ബഹുമാനമുള്ളവരെ, ഈ ജൂൺ മാസം 26-ാം തീയതി സമസ്ത ആസ്ഥാനത്ത് വെച്ചുകൊണ്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സ്ഥാപക ദിനം വിപുലമായ പരിപാടികളോടുകൂടി ആഘോഷിക്കപ്പെടുന്നു. സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന ഈ മഹിതമായ പ്രസ്ഥാനത്തിനെ സംബന്ധിച്ച് എല്ലാവർക്കും അറിയാം. അതിനെ പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ഒരാവശ്യം ഇല്ല. ഏകദേശം 100 വർഷത്തിനോട് അടുക്കാൻ പോവുകയാണ്. ഈ വർഷകാലഘട്ടത്തിൻ്റെ ഉള്ളിൽ ഈ പ്രസ്ഥാനം ഇവിടെ പ്രവർത്തിച്ചു, അത് വളർന്ന് പന്തലിച്ചു. എല്ലാ വിഭാഗം ജനങ്ങളും ഈ പ്രസ്ഥാനത്തിൻ്റെ വിശുദ്ധിയും അതിൻ്റെ നിലപാടുകളും അംഗീകരിക്കുകയും സ്വാഗതം ചെയ്യുകയും ചെയ്തത് കൊണ്ട് മാത്രമാണ് ഈ കാലഘട്ടത്തിനുള്ളിൽ ഏതെങ്കിലും നിലക്കുള്ള ഒരു ദുഷ്പേരിന് വിധേയമാവാത്ത നിലക്ക് ഈ പ്രസ്ഥാനത്തെ ജനങ്ങൾ ഉൾക്കൊള്ളാനും അംഗീകരിക്കാനും ഒക്കെ സാധിച്ചത്. വളരെ മഹത്തുക്കളാവുന്ന പണ്ഡിതന്മാരും ഈ പ്രസ്ഥാനം ഇവിടെ സ്ഥാപിക്കപ്പെടുന്ന കാലഘട്ടത്തിൽ അന്ന് ജീവിച്ചിരുന്ന വളരെ സ്വാലിഹ്യങ്ങളാവുന്ന സാദാത്തുക്കൾ, പണ്ഡിതന്മാരും മറ്റ് പ്രമുഖ വ്യക്തിത്വങ്ങൾ അവർ കൂടി ആലോചിച്ച് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മതപരമായ കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുവാനും മതപരമായ കാര്യങ്ങളിൽ ആവശ്യമായ തീർപ്പ് കൽപ്പിക്കാനും മതപരമായ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വിഷയങ്ങൾ ഉത്ഭവിക്കുമ്പോൾ അതിന് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഫത്വ നൽകപ്പെടാനോ കൽപ്പുറ്റ അതിന് സാധിക്കണ ഒരു പണ്ഡിത സംഘടന ഇവിടെ വേണം എന്ന ഒരു തീരുമാനത്തിലേക്ക് പൂർവികരാവുന്ന മഹത്തുക്കൾ എത്തിപ്പെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മതപരമായ ഒരു സംഘടന ഇവിടെ രൂപീകരിക്കപ്പെടുമ്പോൾ ആ രൂപീകരണത്തിൻ്റെ മുന്നോടിയായും കൊണ്ട് മോമിനിയങ്ങളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇസ്തിഖാറത്ത്, മഹാന്മാരോടുള്ളതായ അനുവാദം, ഇതൊക്കെ ചെയ്തതിന് ശേഷം രൂപീകരിക്കപ്പെട്ട ഒരു മഹത്താവുന്ന സംഘടനയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് മഹാന്മാരാവുന്ന സഹാബത്ത് മനസ്സിലാക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാന്മാരാവുന്ന സഹാബത്തിലേക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്ത വിശ്വാസങ്ങളും ആചാരങ്ങളും കർമ്മങ്ങളൊക്കെ യാതൊരു നിലക്കുള്ള മാറ്റത്തിരുത്തലുകൾക്കും വിധേയമാവാത്ത നിലക്ക് അതിനിവിടെ സംരക്ഷിക്കപ്പെടണം. അതിവിടെ സംരക്ഷിക്കപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. അള്ളാഹു ഈ വിശുദ്ധമാവുന്ന ശരീഅത്തിനെ ഇവിടെ അവതരിപ്പിക്കുകയും ആ ശരീഅത്തിൻ്റെ സംരക്ഷണത്തിന് ആവശ്യമാവുന്ന സംവിധാനങ്ങൾ അള്ളാഹു ഉണ്ടാക്കുകയും ചെയ്യും എന്ന് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രഖ്യാപിച്ചത്. ഈ പ്രഖ്യാപനം അത് വളരെ സത്യമായ ഒരു പ്രഖ്യാപനമാണ്. വിശുദ്ധ ഖുർആനിൻ്റെ പ്രഖ്യാപനമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഓരോ കാലഘട്ടത്തിലും വിശുദ്ധ ദീനിൻ്റെ സംരക്ഷകരെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഉണ്ടാക്കുകയും അവരുടെ ഹൃദയങ്ങളിലേക്ക് ഈ വിശുദ്ധ ദീനിൻ്റെ സംരക്ഷണത്തിന് ആവശ്യമാവുന്ന അതിൻ്റെ മാർഗങ്ങളും അതിൻ്റെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഹൃദയത്തിലേക്ക് അല്ലാഹു അവർ അവതരിപ്പിച്ചു കൊടുത്തുകൊണ്ട് ഓരോ കാലഘട്ടത്തിലും വിശുദ്ധ ശരീഅത്തിന് സംരക്ഷിക്കപ്പെടാൻ ആവശ്യമാവുന്ന അതിൻ്റെ സംവിധാനം അവർ ഓരോ കാലഘട്ടത്തിലുള്ള പണ്ഡിതന്മാർ ഇവിടെ നിർവഹിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് സഹാബത്ത് മനസ്സിലാക്കുകയും നബി പഠിപ്പിക്കുകയും ചെയ്തു വിശുദ്ധമാവുന്നതായ വിശ്വാസം, ആ കർമ്മങ്ങൾ, ആ ആചാരങ്ങൾ, അത് ഒരു വള്ളിക്കും പുള്ളിക്കും യാതൊരു നിലക്കുള്ള വ്യത്യാസമില്ലാത്ത നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരാവുന്ന സഹാബത്തിൽ നിന്ന് അവരുടെ ശിഷ്യന്മാരാവുന്ന താബീയങ്ങളാവുന്ന
പണ്ഡിതന്മാരും അതിനുശേഷം ഓരോ കാലഘട്ടത്തിലും ഇവിടെ ഉണ്ടായിത്തീർന്ന പണ്ഡിതന്മാർ യഥാർത്ഥ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ വിശ്വാസങ്ങളും ആചാരങ്ങളും കർമ്മങ്ങളൊക്കെ വളരെ സത്യസന്ധമായ നിലക്ക് അവർ സംരക്ഷിച്ചു പോകുന്നു. അത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി വളരെ ബൃഹത്താവുന്ന ഗ്രന്ഥങ്ങൾ വിശുദ്ധ ഖുർആൻ്റെയും തിരുസുന്നത്തിൻ്റെയും വ്യാഖ്യാനങ്ങൾ അവർ രചിച്ചവരുണ്ട്. അവരുടെ രചനകൾക്ക് പിന്നെയും വ്യാഖ്യാനം എഴുതിയവരുണ്ട്. അങ്ങനെ ഓരോ കാലഘട്ടത്തിലും മഹാന്മാരാവുന്ന അള്ളാഹുവിൻ്റെ പണ്ഡിതന്മാരും ദീനിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടേയിരുന്നു. അവരിൽ നിന്ന് ആ വിശുദ്ധമാവുന്ന പരമ്പരയിൽ കൂടി ലഭിക്കപ്പെട്ട സന്ദേശങ്ങളാവുന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ വിശ്വാസങ്ങളും അതിൻ്റെ കർമ്മങ്ങളും അതിൻ്റെ ആചാരങ്ങളൊക്കെ അത് സംരക്ഷിക്കപ്പെടുന്ന ഏറ്റവും വലിയ ഒരു ഉത്തരവാദിത്തമാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഉത്തരവാദിത്തം ഇവിടെ നടത്തപ്പെടുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് പൂർണ്ണമായ തൗഫീഖ് നമുക്ക് ലഭിക്കപ്പെടണം. അത് ലഭിക്കപ്പെടാൻ ആവശ്യമായ നിലക്കുള്ള ഗുണങ്ങൾ നമ്മളിലൊക്കെ ഉണ്ടാവുകയും വേണം. ഇവിടെ 1921 ശേഷം ബദഈ പ്രസ്ഥാനങ്ങൾ ഓരോന്നായും കൊണ്ട് ഇവിടെ പുറത്തു വരാൻ തുടങ്ങി. അതുപോലെ വിശുദ്ധമാവുന്ന തരീഖത്ത്, ആ തരീഖത്തിനെ വികലപ്പെടുത്തുന്ന കള്ള തരീഖത്തും കള്ളന്മാരാവുന്ന അതിൻ്റെ വ്യക്താക്കളും ഇവിടെ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. നിരീശ്വരവാദം, യുക്തിവാദം തുടങ്ങിയ അനിസ്ലാമികമാവുന്ന പല സിദ്ധാന്തങ്ങളും ഇവിടെ പ്രചരിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ അതിനെതിരിൽ ഒരു കൂട്ടായ്മയോട് കൂടിയുള്ള ശബ്ദം അല്ലെങ്കിൽ കൂട്ടായ്മയോട് കൂടിയുള്ള ഒരു പ്രതിരോധമൊക്കെ ആവശ്യമാണെന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് സംഘടിതമായി പ്രവർത്തിക്കാൻ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ അതിൻ്റെ സ്ഥാപക നേതാക്കന്മാരും അവരാലോചിച്ചതും അവർ തീരുമാനിച്ചതും അതനുസരിച്ച് അല്ലെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന ഒരു മഹത്താവുന്ന പ്രസ്ഥാനം ഇവിടെ രൂപീകരിക്കുകയും ഇത് ഭൗതിക താല്പര്യങ്ങൾക്ക് വേണ്ടി രൂപീകരിക്കപ്പെട്ടൊരു സംഘടനയല്ല. വിശുദ്ധമാവുന്ന ദീനിനെ സംരക്ഷിക്കുക, ദീനിൻ്റെ ആശയങ്ങളെ സംരക്ഷിക്കുക, ദീനിൻ്റെ കർമ്മങ്ങളെ സംരക്ഷിക്കുക, അതിൻ്റെ ആചാരങ്ങളെ സംരക്ഷിക്കുക. അതിനെതിരിൽ കടന്നു വരുന്ന കള്ളന്മാരാവുന്ന തരീഖത്തിൻ്റെ വ്യക്താക്കളെയും തരീഖത്തുകളെയും മറ്റ് ബദഈ പ്രസ്ഥാനങ്ങളെയൊക്കെ അവർക്കുള്ള ആശയങ്ങൾ തുറന്നു കാണിക്കുകയും വിശുദ്ധമാവുന്നതായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അതിനൊക്കെ ഗണ്ണിക്കുകയും ചെയ്തുകൊണ്ട് അതിനെ ഇല്ലാതെയാക്കാൻ വേണ്ടി സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇവിടെ പ്രവർത്തിച്ചു. ഇത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽപ്പെട്ട ഒന്നാണ്. അതോടൊപ്പം ഈ രാജ്യത്ത് സ്നേഹവും സന്തോഷവും സ്നേഹവും പരസ്പര ഐക്യമൊക്കെ ഉണ്ടാക്കി തീർക്കാൻ വേണ്ടി സമസ്ത കേരള ജമിയത്തുൽ ഉലമ പ്രവർത്തിച്ചിട്ടുണ്ട്, ഇന്നും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുപോലെ വിദ്യാഭ്യാസ മേഖലയിൽ വിശുദ്ധമാവുന്ന ശരീഅത്ത് എതിർക്കാത്ത, ശരീഅത്തിനോട് വിരുദ്ധമല്ലാത്ത ഭൗതികമായ വിദ്യാഭ്യാസങ്ങൾക്കും പരിഗണന നൽകിക്കൊണ്ട് തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ ആത്മീയവും ഭൗതികവുമാവുന്ന വിദ്യാഭ്യാസങ്ങൾ നൽകിക്കൊണ്ട് അതിനെ സമന്വയിപ്പിച്ചുകൊണ്ട് ധാർമ്മിക ബോധം ഉള്ള ഒരു ജനസമൂഹത്തെ വാർത്തെടുക്കാൻ വേണ്ടി സമസ്ത കേരള ജമിയത്തുൽ ഉലമ പരിശ്രമിച്ചുകൊണ്ട് ഇന്നും സമസ്ത കേരള ജമിയത്തുൽ ഉലമ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം ഇവിടെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർ, രോഗം കൊണ്ട് ബുദ്ധിമുട്ടാവുന്ന ആളുകൾ, മറ്റ് പല നിലക്കുള്ള പ്രയാസങ്ങളും അനുഭവിക്കുന്ന ആളുകളെ പ്രയാസങ്ങൾ മനസ്സിലാക്കി കൊണ്ടിട്ട് അവരൊക്കെ മുൻനിരയിലേക്ക് കൊണ്ടുവരാനും അവർക്ക് ആരോഗ്യപരമായും സാമ്പത്തികമായും മറ്റും ആവശ്യമാവുന്ന സഹായങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ടിട്ട് അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. ഈ രാജ്യത്തിൻ്റെ എല്ലാവിധ നന്മകളും ഈ രാജ്യത്തിൻ്റെ പുരോഗതിയിലൊക്കെ പൂർണ്ണമായി പങ്കാളികളായി കൊണ്ടിട്ട് ഈ രാജ്യത്തെ സ്നേഹിച്ച്, ഈ രാജ്യത്തുള്ള ജനങ്ങളെ സ്നേഹിച്ച്, ഈ രാജ്യത്തുള്ള സർവസ്വത്തെയും സ്നേഹിച്ചുകൊണ്ട് അതോടൊപ്പം നമ്മുടെ വിശ്വാസവും ആചാരവും
അനുഷ്ഠാനങ്ങളൊക്കെ വിശുദ്ധ ശരീഅത്തിൻ്റെ അടിസ്ഥാനത്തിൽ അഥവാ അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ വിഭാവനം ചെയ്യുന്ന ഈ സംവിധാനത്തിൽ അതിനെ സംരക്ഷിക്കപ്പെടാനും സമസ്ത കേരള ജമീയത്തുൽ ഉലമ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. തീവ്രത സ്വഭാവങ്ങളോ വർഗീയ സ്വഭാവങ്ങളോ വെച്ചു പുലർത്തുന്ന പ്രസ്ഥാനങ്ങൾ, സംഘടനകൾ, ആ സംഘടനകളോടും സമസ്ത കേരള ജമീയത്തുൽ ഉലമ ശക്തമായ നിലപാടുകൾ തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഏകദേശം 14-15ഓളം പോഷക സംഘടനകൾ പ്രവർത്തിക്കുന്ന ഓരോ പോഷക സംഘടനകൾക്കും 5, 6, 3, 2 ഉപസംഘടനകളൊക്കെ പ്രവർത്തിക്കുന്ന വലിയൊരു സംവിധാനത്തിന് നേതൃത്വം നൽകുന്ന ഒരു സംഘടനയാണ് സമസ്ത കേരള ജമീയത്തുൽ ഉലമ. 10,000-കണക്കിന് മദ്രസകളും മറ്റ് അറബി കോളേജുകളും പള്ളി ദർസുകളും ഒക്കെയായി കൊണ്ട് മതം പഠിപ്പിക്കുന്നതും ഭൗതികവും പഠിപ്പിക്കുന്ന സമന്വയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഒരുപാട് സ്ഥാപനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന കേരളത്തിലെ മുസ്ലിങ്ങൾ എന്നല്ല, കേരളേതര സംസ്ഥാനങ്ങളിലുള്ള മുസ്ലിങ്ങൾ, ഇന്ത്യക്ക് പുറത്തുള്ള രാഷ്ട്രങ്ങളിലൊക്കെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സംഘടനയാണ് സമസ്ത കേരള ജമീയത്തുൽ ഉലമ. അതുകൊണ്ട് അതിൻ്റെ സ്ഥാപക ദിനം ഈ വരുന്ന 26-ാം തീയതി വളരെ വിപുലമായ പരിപാടികളോടുകൂടി കോഴിക്കോട് സമസ്തയുടെ സംസ്ഥാന ആസ്ഥാനത്ത് വെച്ചുകൊണ്ട് നടത്തപ്പെടുകയാണ്. അത് വിജയിപ്പിക്കുന്നതിൽ എല്ലാവരും സഹകരിക്കണമെന്നും പ്രസ്ഥാന ബന്ധുക്കളോടും മറ്റ് സമസ്തയെ സ്നേഹിക്കുന്ന എല്ലാവരോടും പ്രത്യേകം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും.